ഇപ്പോൾ SFI നേതാവ് PS സഞ്ജീവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സഞ്ജീവ്, കഴിഞ്ഞ ദിവസം ഈ MSFൻ്റെ സ്വഭാവ മാറ്റം, നവാസിൻ്റെ അടക്കമുള്ള വാർത്താ സമ്മേളനങ്ങളിൽ നിഴലിച്ചു കണ്ട വർഗീയതയുടെ വിഷം, ഇതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് KSU തന്നെയാണ്. KSUവിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് CHൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സഞ്ജീവ്, എന്തു തോന്നുന്നു ഈ ഘട്ടത്തിൽ? ഞങ്ങൾ പറഞ്ഞിരുന്നു KSU ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് നാളെ ഞങ്ങളുടെ നിലപാടിന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടി വരും എന്നുള്ളത്. അത് ഇന്നിപ്പോൾ ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ എളുപ്പത്തിൽ ഇന്ന് ഞങ്ങൾ പറഞ്ഞതെന്തോ അത് അംഗീകരിക്കുന്ന നിലയിലേക്ക് KSUവിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാറിയിരിക്കുകയാണ്. നിങ്ങൾ കാണേണ്ടത്, വിദ്യാർത്ഥികൾക്കിടയിൽ മത സാമുദായിക സ്വത്വബോധമെന്ന് മുഖാവരണം പറയുമ്പോഴും അത് ഉപയോഗിച്ച് വിഭജനം സാധ്യമാക്കി അന്യമത വിദ്വേഷം ജനിപ്പിച്ചും ആ മതത്തിൽപ്പെട്ടവർ മറ്റേതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചാൽ അവർ ആ മതത്തിൽപ്പെട്ടവരല്ലാതായി തീരുന്നുവെന്നും ഈ വിവാദ അവകാശം തങ്ങൾക്കാണെന്ന നിലയിലും ആ നിലയിൽ വർഗീയവാദത്തിന് സാധ്യത ഒരുക്കുകയും അതോടൊപ്പം ഏറ്റവും അപകടകരമായ വിനാശമായിട്ടുള്ള സംഘപരിവാറിനെ നമ്മൾ ഒന്നാം ശത്രു എന്ന് കാണുമ്പോൾ അതിന്റെ നേർവിപരീതമായി അതിനപ്പുറത്തേക്ക് അപ്പുറത്തെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ ജിഹുവായി നാക്കായി ഇന്ന് ഇവർ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു വെക്കുകയുണ്ടായി. ആ പറഞ്ഞ വാക്കുകളെ വംശീയമെന്നും ഈ പറഞ്ഞ സംഘപരിവാർ ചാപ്പയും അടിച്ച് ഞങ്ങൾക്കെതിരെ കേരളത്തിലെ ചില മൗദൂദിസ്റ്റ് ചാനലുകൾ രംഗത്ത് വന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ചർച്ചകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചു. ഇന്നിതാ ആ സഖ്യത്തിൽ തന്നെയുള്ള, ആ മുന്നണിയിൽ തന്നെയുള്ള ഒരു വിദ്യാർത്ഥി ആ മതനിരപേക്ഷ ബോധ്യം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന KSU തന്നെ എന്തു പറഞ്ഞിരിക്കുന്നു? ഞങ്ങൾ പറഞ്ഞ വിമർശനത്തെ അംഗീകരിച്ചിരിക്കുന്നു. ഈ കാര്യത്തെ ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. ഇത് തുറന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഇനി തുടർന്ന് വരാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ മതനിരപേക്ഷ ബോധ്യങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ ഈറ്റിലങ്ങളായിട്ടുള്ള കലാലയങ്ങളെ ഇങ്ങനെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ പറഞ്ഞ MSFനെ തുറന്നു കാണിക്കാനുള്ള ശ്രമങ്ങളിൽ ഇത് ഞങ്ങളുടെ തീർച്ചയായും സഞ്ജീവ്, കാരണം അതിനകത്തുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ മതവൽക്കരിക്കുകയാണ്, അതിനെ വർഗീയവൽക്കരിക്കുകയാണ്. അങ്ങനെ പ്രതിരോധിക്കാമെന്നത് ഒരു മൗദൂദി ആശയമാണ്. ആ രീതിയിലേക്ക് MSF തരം താഴുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞത് ഈ MSFൻ്റെ തലതൊട്ടപ്പനായ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമുണ്ട്. ഇതാണ് KSUവിന് പോലും സഹിക്കാൻ ഉണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾ കാണേണ്ടത്, ആ KSU എന്ന സംഘടനയെ പൂർണ്ണമായും ഇന്ന് ഈ MSF എന്ന മൗദൂദി സംഘടന വിഴുങ്ങിയിരിക്കുന്നു. അവർക്ക് കാലിക്കറ്റിലും കണ്ണൂരിലും അസ്തിത്വം പോലും ഇല്ലാതെ കേരളത്തിലെമ്പാടും ഒരു വിദ്യാർത്ഥി സംഘടനയെ ആന്റണിയും വയലാറും ഉമ്മൻചാണ്ടിയും ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു സംഘടനയെ പൂർണ്ണമായി വിഴുങ്ങിയിരിക്കുന്നു. അത് ഇന്ന് സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ മുന്നിൽ, KSU പ്രവർത്തകരുടെ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി വന്നടിക്കുകയാണ്. അവരെ ആക്രമിക്കുകയാണ്. അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വണ്ണം കാര്യങ്ങൾ മാറുകയാണ്. അവർക്ക് സാധ്യതയുള്ള കലാലയങ്ങളിൽ MSF മാത്രവും മറ്റ് കലാലയങ്ങളിൽ UDSF ആവുകയും ചെയ്ത് ഈ KSUവിനെ ഓരോ നിമിഷവും ദുർബലപ്പെടുത്തുന്ന തലത്തിലേക്ക് മതനിരപേക്ഷ ബോധ്യത്തെ ക്യാമ്പസുകൾ ഇല്ലാതാക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിലെ പ്രശ്നം എന്താണ്? നേരത്തെ പറഞ്ഞ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ പോലും അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തന രീതി, ആ ഘട്ടങ്ങളിലേക്ക് ആ പ്രവർത്തന രീതിയും ഭൗതിക നേതൃത്വവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭൗതിക നേതൃത്വം ഇന്ന് MSF ഏറ്റെടുത്തിരിക്കുകയാണ്, MSFന് കിട്ടിയിരിക്കുകയാണ്. അതിന് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചാപ്പേറുകളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും. SFI ഇത്തരത്തിലൊരു വിമർശനം നടത്തുമ്പോൾ അതിനെതിരെ കൃത്യമായി പൊളിറ്റിക്കലായുള്ള വിമർശനത്തെ മതപരമായി നേരിടേണ്ടതായി വരുന്നു. കാരണം രാഷ്ട്രീയ നേതൃത്വം ദുർബലമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭൗതിക നേതൃത്വമാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭൗതിക നേതൃത്വം എന്ന് പറയുന്നത് നേരത്തെ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചിട്ടുള്ള വംശീയ കാർഡുകളാണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ അഗ്രഹാര ബ്രാഹ്മണപുത്രൻ, ഈ പറഞ്ഞതുപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിസം, ഇതൊക്കെ കടന്നു വരുന്നത് ഈ ലാബറുകളിൽ നിന്നാണ്, ലബോറട്ടറികളിൽ നിന്നാണ്. ഇടത് ഹിന്ദുത്വ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം സുരാജ് എന്ന സഖാവിനെതിരെ ഉപയോഗിച്ച വാക്കാണ്. നിങ്ങൾ കാണണം, കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഇടത് നേതാവിനെതിരെ വിദ്യാർത്ഥി യുവജന കോടതി വിധിക്കെതിരെ പോലും ഈ കെട്ടകാലത്ത് ഇതിനപ്പുറത്തേക്ക് ഒരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചുവോ എന്ന് വരെ മതനിരപേക്ഷ പക്ഷത്ത് നിന്ന് എഴുതിയിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ
ഏറ്റവും പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഇന്ത്യയിലെ സ്വത്വ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് ന്യൂനപക്ഷ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത് ജനകീയമാണെന്ന് അടിവരയിട്ട നേതാവാണ്. ആ നേതാവിനെ പോലും ആക്രമിച്ചവരാണ്. ആ നിലയിൽ സ്വാഭാവികമായി ഞങ്ങളത് ഇതെല്ലാം ഇതിനപ്പുറവും അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരു ഇഞ്ച് ഞങ്ങൾ ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത്. ശക്തമായി ഇവരെ ഞങ്ങൾ തുറന്നു കാണിക്കും. തീർച്ചയായും അത് ഈ ഒരു ഘട്ടത്തിൽ MSFനെ കൂടെ നിന്നവർക്കേ രാപ്പനി അറിയൂ എന്ന് പറയുന്ന പോലെ കൂടെ നിന്നവർ തന്നെ ഇത്തരത്തിൽ പറയുന്നു എന്ന സാഹചര്യം രാഷ്ട്രീയമായി ഒരു സാധ്യതയാണോ? മീൻസ് ഇവരുടെ ഈ വ്യാജമുഖത്തെ പുറത്തു കാട്ടിക്കാൻ? തീർച്ചയായും അത് കൂടുതൽ ഞങ്ങൾക്കപ്പുറത്തേക്ക്, ഞങ്ങളെന്ന SFI എന്ന സംഘടനക്കും ഇടതുപക്ഷ കാഴ്ചപ്പാടിനും അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ കക്ഷികളാണ് ഈ അഭിപ്രായവുമായി മുന്നോട്ട് വരുന്നത്. അതിനർത്ഥം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ വിമർശനം ശരിയാണ് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയും സമാനാർത്ഥത്തിൽ ഇനിയും കടന്നു വരും എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഈ നിലയിൽ മാത്രമാണ് ഇന്ന് ക്യാമ്പസുകളിൽ ഇവർ രാഷ്ട്രീയം പറയുന്നത്. ഒരു മതനിരപേക്ഷ ബോധ്യവും ഇവർ പറയുന്നില്ല. ഈ പറയുന്ന ആളുകളുടെ ഒക്കെയും പ്രസംഗവും ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ റെസ്പോൺസും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അത് പറയുന്നത് ഈ മതനിരപേക്ഷ വാക്ക് എന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വത്വവാദം, ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന ഒരു മറയാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ പ്രശ്നം? ഐഡന്റിറ്റി പ്രശ്നം എന്താണ് ഇപ്പോൾ ഉള്ളത്? എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്ക് അഡ്രസ് ചെയ്യാൻ ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കെ തന്നെ അതിന്റെ ഒരു മുഖാവരണം ഈ സ്വത്വരാഷ്ട്രീയം തന്നെ യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്നവരുടെയോ യഥാർത്ഥ പോരാട്ടത്തെ ഒരു വർഗ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ്. അത് തന്നെ ഒരു കുടുക്കാണ്. അത് ദുർബലപ്പെടുത്തുമെന്ന് മാത്രമല്ല, നമ്മളിപ്പോ ഐജാസ് അഹമ്മദിനെ പോലുള്ള ചിന്തകന്മാർ ലോകത്തോട് സംവദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ആവുന്നതോടുകൂടി ലാർജർ കോണ്ടെക്സ്റ്റിൽ അത് പിന്നീട് വർഗീയതയിലേക്ക് വഴിമാറും എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണങ്ങളാണ് ഇവരൊക്കെയും. അത് തുറന്നു പറയുമ്പോൾ ഇവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അത്തരത്തിലൊരു സ്വത്വരാഷ്ട്രീയം കൾമിനേറ്റ് ചെയ്ത് വർഗീയതയിലേക്ക് പോകുന്നു എന്നൊന്നുമല്ല. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ വർഗീയ അജണ്ടയാണ്. അവർ സ്വത്വരാഷ്ട്രത്തെ മറയാക്കുകയാണ് ആ അർത്ഥത്തിൽ. അതെ, അത് ആ അർത്ഥത്തിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് പൂർണ്ണമായും ഇവരെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യ എന്ന രാജ്യത്തെയും ഒരു ഘട്ടത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമി അംഗീകരിച്ചിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മൗദൂദി തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. വെളുത്ത മനുഷ്യരിൽ നിന്ന് കറുത്ത മനുഷ്യരിലേക്ക് അധികാരം പോകുന്ന വെറും വംശീയപരമായിട്ടുള്ളതും മനുഷ്യകുറുപ്പിനെ സാധ്യതകളായി കാണുന്നതുമായിട്ടുള്ള ഒരു കേവലപരമായിട്ടുള്ള മനുഷ്യവിരുദ്ധ രാഷ്ട്രീയമാണ് ജമാഅത്ത് ഇസ്ലാമിയുടേത്. അതാണ് ഇന്ന് MSFനെ വിഴുങ്ങിയിരിക്കുന്നത്. ആ MSFന് സ്വാഭാവികമായിട്ടും KSUവിനെ കൂടെ നിർത്താൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ആ MSFന് ഒരിക്കലും KSUവിനെ കൂടെ നിർത്താൻ കഴിയില്ല. KSUവിനെ ആട്ടിപ്പായിക്കും. ആ നിലയിലുള്ള രാഷ്ട്രീയത്തിന് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാകും. ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് പറയാനുള്ളത്.